ഹായ് വെച്ചേ. ഹായ് ഹായ്. അപ്പം ഹലോ ഗൈസ്, ഞാനും ഞങ്ങൾ ഇഷാനി മോളും കൂടെ ചെയ്യുന്ന ജോലികൾ കണ്ടോണം. അതികഠിനമായ ജോലിയാണ്. എന്താണെന്നറിയാമോ? അപ്പം ഞങ്ങൾ ഈയിടെ കമ്പത്തിന് പോയിരുന്നു. ഒരു പപ്പയും മോളും മമ്മിയൊക്കെ കൂടെ ഈ ഞായറാഴ്ച കമ്പത്തിന് പോയപ്പം അവിടെ മുന്തിരി തോട്ടത്തിൽ പോയി ഫ്രഷ് മുന്തിരി അവിടുന്ന് ഇവർ തന്നെ പറിച്ച് അവർ തൂക്കി വാങ്ങിച്ചോണ്ട് വന്നാണ് കേട്ടോ. നല്ല മധുരമാണ്. നമ്മൾ ഇവിടുന്ന് കടയിൽ നിന്നൊക്കെ നമ്മൾ മേടിക്കുന്ന കടലും നല്ല മധുരമാണ്. പക്ഷെ നമ്മൾ ഇന്നും കൂടെ നമ്മൾ ഇങ്ങനെ കഴിക്കരുത്. കാരണം ഫ്രഷ് മുന്തിരിയാന്ന് പറഞ്ഞ് നമ്മൾ മേടിച്ചിരുന്ന അവിടെ വിഷം തന്നെയാണ്. വിഷമൊക്കെ അടിച്ച് വെക്കുന്ന സംഭവമാണ്. അപ്പോൾ നമുക്കറിയാം ഇങ്ങനെ തുരിശൊക്കെ ഇങ്ങനെ വെളുത്തിരിക്കുന്ന കാണാം മുന്തിരി തോട്ടത്തിൽ കൂടെ. അപ്പം നമ്മളിവിടെ അത് കൊണ്ടുവന്നിട്ട് നമ്മൾ അവിടുന്ന് പറിച്ച് ഫ്രഷ് സാധനം വിലയ്ക്ക് മേടിച്ചാലും നമ്മൾ അല്ലാതെ മേടിച്ചാലും പിള്ളേർക്കൊക്കെ നമ്മൾ മുന്തിരി കൊടുക്കുമ്പോഴും നമ്മൾ കഴിക്കുമ്പോഴും ഇത് 1 മണിക്കൂർ ഞങ്ങൾ വെള്ളത്തിനകത്ത് ഇട്ട് ആ കൂട്ടത്തിൽ കുറച്ച് ഉപ്പ് പൊടിയും മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് വെച്ച് കഴുകി വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ടാണ് ഇപ്പോൾ കഴിക്കുന്നത്. നമ്മൾ അങ്ങനെ കഴിക്കാവുള്ളൂ. കാരണം എല്ലാം വിഷമാണ്. മുന്തിരി ഹാപ്പി ക്രിസ്മസ് പറഞ്ഞേ. ഹാപ്പി ക്രിസ്മസ് പറഞ്ഞു. മുന്തിരി വായി വെച്ചിട്ട് ഹാപ്പി ക്രിസ്മസ് പറഞ്ഞേ. ഹാപ്പി ക്രിസ്മസ്. ഇവിടെ നോക്കി പറ. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ് പറഞ്ഞേ. ഹാപ്പി ക്രിസ്മസ് പറഞ്ഞേ. ഇനി പറ ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ് പറഞ്ഞേ. ഹാപ്പി ക്രിസ്മസ്. ചന്നുമോളുടെ കാര്യം പറഞ്ഞ രസമാണ് ഗൈസ്. ഹാപ്പി ക്രിസ്മസ് പറ. മുന്തിരി വായി വെക്കുന്നതിന് പറ. ടാറ്റ വെച്ചേര്. ബൈ ബൈ. See you. അപ്പം ഞങ്ങളുടെ ഇഷാനി മോൾക്ക് ഒരു ലൈക്ക് കൊടുക്കണം. ഇഷാനി മോളെ ഇഷ്ടമാണ് എല്ലാവർക്കും. ഇഷാനി മോളെ ഇഷ്ടമുള്ളവരൊക്കെ ഒരു ലൈക്ക് കൊടുക്കണേ ഗൈസ്. ഒരു ഹായും കൂടെ വെച്ചേര്. ടാറ്റാ ടാറ്റാ ടാറ്റാ. ഭയങ്കര വഴക്കാളിയാണ് ഗൈസ്. വഴക്കാളിയാണ്. ഇപ്പം എന്താ സംഭവിച്ചെന്നറിയോ? ഞങ്ങൾ ഇച്ചിരി കണ്ണെന്ന് മറന്നുള്ളതേ ഈ ഇരിക്കുന്ന കസേരയില്ലേ, ഈ കസേരയുടെ ഈ വളയം കണ്ടിരുന്ന